ഹലോ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദിൽഷ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പറ്റിക്കുന്ന വീഡിയോസാണ്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ദിൽഷ പറ്റിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിൽക്കിടയിൽ വെച്ചാണ്. ദിൽഷയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനിടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഫോൺ കോൾ വിളിച്ച് പ്രാങ്ക് ചെയ്യുമെന്ന് അവിടുത്തെ അവതാരക ചോദിച്ചപ്പോൾ ആ ചലഞ്ച് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ് ദിൽഷ. എന്തായാലും ദിൽഷ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പ്രാങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ പ്രാങ്ക് പൊളിച്ചടക്കിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമയം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പ്രാങ്ക് ചെയ്ത സന്തോഷത്തിലാണ് ദിൽഷ. ഇതുപോലത്തെ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. നമ്മുടെ ഫോണിൽ വിളിച്ച് കിട്ടുന്നറിയില്ല. ഹലോ, സ്പീക്കറിൽ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരാന്ന് മനസ്സിലായോ? ഇല്ലല്ലോ, ആരത്? ഹലോ, താങ്കളുടെ ഒരു ഫാനാണ്. എന്നെ ഇവരാരും വെറുതെ വിടൂല, താങ്കളെയും കൂടെ ഇതില് ഇട്ടിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറഞ്ഞത്? അയ്യോ സോറി, എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ. അയ്യോ, ഈ കുട്ടീനെ ഞാൻ എന്ത് ചെയ്യണം? അല്ല, താങ്കൾ സൽമാൻ ഖാൻ ആണോ എന്ന് ചോദിക്കാൻ ചോദിച്ചു. ഒന്ന് മനസ്സിലായി. എന്റെ നമ്പർ അല്ല, ഇതാരുടെ നമ്പർ? അതൊന്നും പറയത്തില്ല, ബാക്കി പറ. ജെറിയുടെ നമ്പറായിട്ട്. ഇന്റർവ്യൂ എടുത്തില്ലേ? അതെ 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 അതെ, രണ്ടാമത്തെ. അതെ, താങ്കൾ ഓടി നടന്ന് ഇനോഗ്രേഷൻ ചെയ്യാണല്ലോ. എറണാകുളം. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഈ കുട്ടിയോട് ആക്ച്വലി ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഫോൺ വിളിക്കാനാ പറഞ്ഞത്. ഈ കുട്ടിയുടെ സത്യസന്ധത കാരണം നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ മതിയായിരുന്നു. ദിലുവിനെ ഒന്ന് പ്രാങ്ക് ചെയ്താൽ മതിയായിരുന്നു. കള്ളം പറയരുത് ഡോക്ടറെ. ദിലു ചോദിച്ചു ഡോക്ടറിനെ പ്രണയിക്കാൻ ഡോക്ടർ എന്താ സൽമാൻ ഖാൻ ആണോന്ന്. എന്താ മറുപടി? ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. സൂപ്പർ ഡോക്ടർ. സൽമാൻ ഖാനൊന്നും അല്ല, ചെറിയ എന്താ പറയാ സാധാരണക്കാരാണ്. എന്നെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സൽമാൻ ഖാനൊന്നും അല്ലെന്ന് പറഞ്ഞതാ. ശരി, ആയിക്കോട്ടെ. ഈ കുട്ടീനെ ഇതൊന്നും ഏൽപ്പിച്ചിട്ട് നടക്കില്ല ഡോക്ടറെ. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്ത് പിന്നെ ഒരു ദിവസം പണി കൊടുക്കണം ദിലുവിന്. ഓക്കെ, തീർച്ചയായും ഒരു കാര്യം പറയട്ടെ. ഡോക്ടറെ ഉപദേശിച്ച് കൊടുക്കല്ലേ പ്ലീസ്. ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് രഹസ്യങ്ങൾ ചോർത്തെടുത്തോട്ടെ. ഡോക്ടറിനെ ഞാനിപ്പോ എന്തിനാ വിളിച്ചേ? എനിക്കിത് വേണ്ടായിരുന്നു. ഇത് എന്നെ പ്രാങ്ക് ചെയ്യുന്നതാണ് എല്ലാരും കൂടെ കൂടി. ഓക്കെ ഓക്കെ, അപ്പൊ നടക്കട്ടെ, പരിപാടികളൊക്കെ നടക്കട്ടെ. അതെ അതെ, അതുകൊണ്ട് റെഡി ആയിരുന്നു. ഓക്കെ ഓക്കെ, ഓരോന്നിനി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ തമ്മിൽ കോഡൊക്കെ കൈമാറല്ലേ. ഞാൻ ഈ കുട്ടീനെ പരമാവധി സത്യസന്ധമായ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പേ വേറൊരു കാര്യം കൂടി ഉണ്ട് ഡോക്ടറെ. നമുക്ക് നിങ്ങൾ തമ്മിലുള്ള ഇന്റർവ്യൂ തരാന്ന് എനിക്ക് വാക്ക് തന്നതാ. മറന്നുപോയാ? ഫിൽമി ബീറ്റ് നമ്മളൊരു 3 മണിക്ക് വെളുപ്പാങ്കാലത്ത് എടുത്ത് ഓർമ്മയുണ്ടോ? ഞാൻ തന്നെ. ഓ, എല്ലാവർക്കും വാഗ്ദാനം കൊടുത്ത് കടന്നു കളയാനുള്ള പരിപാടി അല്ലേ? വിടത്തില്ല, ഞാൻ സത്യമായിട്ട് വിടത്തില്ല. ഓക്കെ, അപ്പൊ നടക്കട്ടെ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ബൈ ബൈ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ദിലുവിനെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന പണിയല്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഫോൺ കൊടുത്തത്? ഡോക്ടർ വിളിച്ച് പ്രാങ്ക് ചെയ്യണം. ഡോക്ടർ വിളിച്ചിട്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് ഇവരെന്നോട് പറയുന്നു പ്രാങ്ക് ചെയ്യണം.